നമസ്കാരം. മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും പാലക്കാട് MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ഇന്നലെ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നൽകി. ആദ്യ കേസിൽ ജാമ്യം നിഷേധിച്ച അതേ കോടതി തന്നെയാണ് രണ്ടാമത്തെ കേസിൽ ജാമ്യം നൽകിയത്. ആദ്യ കേസിലെ രണ്ടാമത്തെ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. അടുത്ത തിങ്കളാഴ്ചയെ ജാമ്യഹർജിയുടെ വാദം കേൾക്കുകയുള്ളൂ. ആദ്യ ബലാത്സംഗ കേസിലെ ജാമ്യഹർജി പരിഗണിക്കുന്നതിൻ്റെ തൊട്ടു തലേ ദിവസം ധൃതി പിടിച്ചാണ് പോലീസ് രണ്ടാമത്തെ FIR ഇട്ടതും ആ വിശദാംശങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചതും. ആദ്യ ജാമ്യഹർജി തള്ളിപ്പോകുന്നതിനുള്ള പ്രധാന കാരണമായി മാറിയത് രണ്ടാമത്തെ കേസായിരുന്നു. ഇടത് ഇസ്ലാമിക ലൈനിന് അനുസൃതമല്ല ഒരു കോടതി വിധിയെങ്കിൽ അതിനെ വിമർശിക്കുന്ന ഒരു രീതി ഇപ്പോൾ ഇവിടെ സജീവമായതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഉടനടി ജയിലിലടയ്ക്കാൻ കാത്തിരുന്ന ഇക്കൂട്ടർ വളരെ അസ്വസ്ഥരാണ്. അവരിൽ പലരും കോടതിക്കെതിരെ പോസ്റ്റുമായി രംഗത്തുണ്ട്. മുസ്ലിം ലീഗിനൊപ്പം ചേർന്ന് നിന്ന് പച്ച ലഡു പോലും വിതരണം ചെയ്ത് അധികാരം തൻ്റെ ഭാര്യയ്ക്ക് ഉറപ്പിച്ചു കൊടുത്തിരുന്ന ഷുക്കൂർ വക്കീലിനെ പോലുള്ളവർ കാറ്റ് മാറി വീശിയപ്പോൾ ഇപ്പോൾ ചെങ്കൊടിയാണ് പിടിക്കുന്നത് എന്ന് നമുക്കറിയാം. അത്തരക്കാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ചോദിക്കുന്നു, അത്യന്തം ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യത്തിൽ ഇരയുടെ സ്വകാര്യ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കുന്നിടത്തേക്ക് നമ്മുടെ ജുഡീഷ്യറി മാറിയെങ്കിൽ അത്യന്തം അപകടകരമായ ആൺബോധത്തിൽ ജുഡീഷ്യറി സ്വാധീനിക്കപ്പെടുകയാണോ? ഒരു ജീവനുള്ള സ്ത്രീക്ക് നേരെ നടക്കുന്ന ഏറ്റവും ഹീനമായ കുറ്റകൃത്യമാണ് റേപ്പ്. പ്രഥമ വിവര റിപ്പോർട്ടിന് ശേഷം അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി വെളിവായതിനു ശേഷമാണ് പോലീസ് അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സെഷൻസ് കോടതി മുമ്പാകെ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത്. തുടർന്ന് സംഭവസ്ഥല മഹസർ തയ്യാറാക്കൽ, അതിജീവിതയുടെ രഹസ്യമൊഴി, വൈദ്യപരിശോധന വരെ നിരവധി കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം, അയാളുടെ പൊട്ടൻസി പരിശോധിക്കണം. കടമ്പകൾ നിരവധിയാണ്. അത്തരമൊരു കേസിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിയമസഭാംഗമായ വലിയ സ്വാധീനമുള്ള പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേരളം മുഴുവൻ സ്റ്റാൻലി ദാസന്മാരെ കൊണ്ട് നിറയുകയാണ്. സ്റ്റാൻലി ദാസന്മാർക്ക് പുക ഊതുവാൻ പാകത്തിൽ വളയുന്ന നിയമ സംവിധാനങ്ങളാണോ നമ്മുടെ നാട്ടിലുള്ളത്? എല്ലാവർക്കും മനുഷ്യാവകാശ ദിനങ്ങൾ. ഇത്തരത്തിൽ കോടതികൾക്ക് അവരുടെ മുമ്പിലെത്തുന്ന കേസിൻ്റെ മെറിറ്റ് നോക്കി വിധി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ബോധപൂർവം ഇക്കൂട്ടർ സൃഷ്ടിക്കുകയാണ്. എന്നിട്ടും സമാധാനം കിട്ടാത്ത ഷുക്കൂർ വക്കീൽ ഒരു ചോദ്യം കൂടി ചോദിച്ചു. ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാത്ത അതേ കോടതി തന്നെ അതേ പ്രതിക്ക് തന്നെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ എന്ത് കാരണം കൊണ്ടാവും മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടാവുക? പ്രതിയുടെ പൂർവ്വകാല ക്രിമിനൽ പശ്ചാത്തലവും അധികാരവും തെളിവ് നശിപ്പിക്കാനുള്ള കഴിവും എന്തുകൊണ്ടാവും കോടതി രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ പരിഗണിക്കാതിരുന്നത്? ഇത്തരത്തിൽ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നവരൊക്കെ പേരിനൊപ്പം വക്കീൽ ചേർക്കുന്നു എന്നതിലാണ് എനിക്ക് അതിശയം. ദിലീപ് കേസ് വന്നപ്പോഴും നമ്മൾ ഇത്തരം സ്വയം പ്രഖ്യാപിത വക്കീലന്മാരുടെ വിവരക്കേടുകൾ കണ്ടതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം വളരെ വ്യക്തമാണ്. ഒന്നാമത്തെ കേസിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കേണ്ടതായിരുന്നു. അതിനുള്ള നിയമപരമായ സാഹചര്യം, അത് ബലാത്സംഗമല്ല എന്ന് തെളിയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനു തൊട്ടു മുമ്പ് രണ്ടാമത് ഒരു ബലാത്സംഗ കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് കോടതിയെ സമ്മർദ്ദത്തിലാഴ്ത്തി. ഒരു പ്രതിക്ക് മേൽ രണ്ടാമതൊരു ബലാത്സംഗ കേസ് കൂടി ചാർജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ കോടതിക്ക് ആദ്യ കേസിലെ ജാമ്യഹർജി തള്ളേണ്ടി വരും. അത് തന്നെയായിരുന്നു ഗൂഢാലോചനക്കാരുടെ ലക്ഷ്യം. എന്നാൽ രണ്ടാമത്തെ കേസ് വിശദമായി പരിശോധിച്ച് യാതൊരു വിധത്തിലും നിലനിൽക്കില്ല എന്ന് ബോധ്യമായപ്പോൾ കോടതി ജാമ്യം കൊടുത്തു. ഇതൊന്നും അറിയാത്തതുകൊണ്ടല്ല ഷുക്കൂർ വക്കീലന്മാർ ഇങ്ങനെ കിടന്ന് പുളയ്ക്കുന്നത്. പിണറായി വിജയന്റെ കമ്മ്യൂണിസം ഭരിക്കുമ്പോൾ, ഇനി അവർ തന്നെ ഭരിക്കുമ്പോൾ കോടതികളൊക്കെ ഞങ്ങളുടെ പാർട്ടി പറയുന്നത് പോലെ തീരുമാനിച്ചാൽ മതി, അതുകൊണ്ടാണല്ലോ ലീഗിനെ ഉപേക്ഷിച്ച് താനൊക്കെ ചെങ്കൊടി പിടിച്ചത് എന്ന് ഭാഷ്യം. രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലറ ചില്ലറ പെണ്ണുകേസ് രോഗമുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും പല പെൺകുട്ടികളോടും രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമുണ്ട് എന്ന ആരോപണം നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന സാഹചര്യമല്ലെങ്കിലും നിയമത്തിന് മുൻപിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന പെൺകുട്ടികളൊക്കെ അവരുടെ സമ്മതപ്രകാരമായിരുന്നു രാഹുലുമായി ബന്ധം സ്ഥാപിച്ചത്. ആ ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ രാഹുൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് നിയമപരമായി അശ്ലീലമാണ്. ആ അശ്ലീലത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കാതെ കോടതി ധീരമായ നിലപാടെടുത്തു. ആദ്യത്തെ കേസിൽ ശാരീരിക ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിരുന്നു. എന്നാൽ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു അഡ്മിഷൻ നടത്തിയിട്ടില്ല. അത് പരാതിക്കാരിയുടെ ഭാവനയിൽ വിടർന്ന ഒരു കഥയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. മുതിർന്ന അഭിഭാഷകനായ ശാസ്ത്രമംഗൽ അജിത് കുമാർ കോടതിയുടെ മുമ്പിൽ ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, 2023 സെപ്റ്റംബറിൽ
ബലാത്സംഗത്തിനിരയായി എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. എങ്ങനെ ബലാത്സംഗം ചെയ്തു? തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അക്കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. ചെന്ന ഉടൻ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. തനിക്ക് ശ്വാസം മുട്ടി മരിക്കുമെന്ന് തോന്നിയപ്പോഴും ബലാത്സംഗം തുടർന്നു. അങ്ങനെ തൻ്റെ ശരീരത്തിൽ മുഴുവൻ പരിക്കേൽപ്പിച്ചിട്ട് അതിനുശേഷം പറഞ്ഞു, നിന്നെ ഞാൻ കല്യാണം കഴിക്കില്ല. വക്കീൽ ചോദിച്ചു, ഏത് സ്ഥലത്ത് വെച്ച്, എപ്പോൾ, എന്ന് സംഭവിച്ചു എന്ന് ഉത്തരം പറയൂ. പെൺകുട്ടിയുടെ പരാതിയിൽ അങ്ങനെയൊന്നില്ല. എവിടെയോ ദൂരെയോ ഒരു സ്ഥലമെന്ന് പറയുന്നു, ഹോം സ്റ്റേ എന്ന് പറയുന്നു. അത് ഏത്, എന്ത് എന്ന് വ്യക്തതയില്ല, എപ്പോഴൊന്നും വ്യക്തതയില്ല, ദിവസത്തെക്കുറിച്ച് ധാരണയില്ല. വിവാഹ വാഗ്ദാനം നൽകിയുള്ള വഞ്ചനയായിരുന്നില്ല, വിവാഹ വാഗ്ദാനം നൽകിയുള്ള ബലാത്സംഗമായിരുന്നു. എന്നിട്ടും പിന്നെ എന്തുകൊണ്ട് ആ ബന്ധം തുടർന്നു? 2025 മാർച്ച് വരെ തനിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ കണക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ബലാത്സംഗം ചെയ്ത പുരുഷനുമായി ബന്ധം തുടർന്നത്? മാത്രമല്ല ഈ 2 വർഷത്തിലധികം എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല? ഇപ്പോഴും ഇതാ ഈ പരാതി കൊടുത്തിരിക്കുന്നത് KPCC പ്രസിഡന്റിനാണ്. അതും ഒറിജിനൽ ഇമെയിലിൽ നിന്നല്ല. അതിൽ ഇരയുടെ പേരില്ല, പരാതിക്കാരി ഒരു സ്ത്രീയാണെന്ന് പോലുമില്ല. എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല? KPCC പ്രസിഡന്റ് പരാതിപ്പെട്ടു. എന്തുകൊണ്ട് ഈ സമയത്ത് മാത്രം പരാതിപ്പെട്ടു? അപ്പൊ പോലീസിൽ പരാതിപ്പെടാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഈ പരാതി KPCC പ്രസിഡന്റ് പോലീസിന് കൊടുക്കുമ്പോൾ ആരാണെന്ന് പോലും അറിയാത്ത പോലീസ് പൊടുന്നതിനെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഒരു IG-യുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നു. എന്നിട്ട് അന്വേഷണ സംഘം ആ പെൺകുട്ടിയെ കണ്ടെത്തി മൊഴിയെടുക്കുന്നു. ക്രൈംബ്രാഞ്ചിന് ഈ പെൺകുട്ടി അറിയാമായിരുന്നു എന്നാണ് ഒരു റിപ്പോർട്ട്. ഈ പെൺകുട്ടി ഇതിനു മുമ്പ് പരാതിപ്പെട്ടിട്ടില്ലാതിരിക്കവേ എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് അറിയുന്നത്? ഇത്തരം ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വക്കീൽ മുമ്പിൽ വെച്ചു. ഇതൊക്കെ കണ്ടിട്ട് കോടതി ഒരു നിഗമനത്തിലെത്തി. ആദ്യം തന്റെ സമ്മതമില്ലാതെ അതിക്രൂരമായി ശ്വാസം മുട്ടിച്ച് ബലാത്സംഗം ചെയ്ത ആളുമായി പിന്നെ എന്തിനാണ് തുടർന്നും ബന്ധം മുമ്പോട്ട് കൊണ്ടുപോയത്? അത്രയും ക്രൂരമായ ഒരു ബലാത്സംഗ പ്രവൃത്തി ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെ പരാതി കൊടുക്കാതിരുന്നത്? ഇത് പ്രസക്തമായ ചോദ്യമാണെന്ന് കോടതിക്ക് തോന്നി. പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്ന പോലീസ് ആധികാരിക രേഖയായി എടുത്ത KPCC പ്രസിഡന്റിന് അയച്ചിരുന്ന കത്തും പിന്നീടുള്ള FIS-ഉം ഫസ്റ്റ് ഇൻഫർമേഷൻ സമ്മറിയും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. എവിടെ നടന്നു, എന്ത് നടന്നു, എങ്ങനെ നടന്നു എന്നൊന്നും ഈ പരാതിയിൽ ഒരിടത്തുമില്ല. ഇതൊക്കെ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ഇതിൽ നിന്നും കോടതി എത്തിയ നിഗമനം, പെൺകുട്ടിക്ക് പരാതി കൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല, അഥവാ എന്തെങ്കിലും ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ, ബന്ധമുണ്ടായിരുന്നു എന്നുള്ള സ്ക്രീൻഷോട്ടുകൾ അവർ കൊണ്ടുവരുന്നു. അത് പൂർണ്ണമായും നിഷേധിക്കുന്നു, വ്യാജമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പറയുന്നത്. ഇനി അഥവാ അത് വ്യാജമല്ല, യാഥാർത്ഥ്യമാണെങ്കിലും ആ സ്ക്രീൻഷോട്ടുകൾ പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമായി കണക്കാക്കിക്കൂടെ എന്ന് അഭിഭാഷകൻ ചോദിക്കുന്നു. അങ്ങനെയൊന്നില്ല. ഇനി വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും അത് പരസ്പര സമ്മതത്തിന്റെ തെളിവല്ലേ? ഇവിടെ എവിടെയാണ് ബലാത്സംഗം എന്ന് അഭിഭാഷകൻ ചോദിച്ചത് കോടതിയും ശരിയെന്ന് മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ടായി. ആരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ ഈ പെൺകുട്ടി മൊഴി കൊടുത്തത് എന്ന സാഹചര്യത്തിൽ നിഗമനത്തിലേക്ക് എത്തേണ്ടി വരുന്നു എന്നാണ് കോടതിയുടെ വിധി സൂചിപ്പിക്കുന്നത്. കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് ചില ഉപാധികൾ വെച്ചിട്ടുണ്ട്. ഈ ഉപാധികളിൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലത്തെ ചാനൽ ചർച്ചകൾ. വാസ്തവത്തിൽ ഉപാധികളില്ലാതെ ഒരാൾക്കും മുൻകൂർ ജാമ്യം കൊടുക്കാറില്ല. ആ ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെളിവ് നശിപ്പിക്കരുത് എന്നതും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതും പരാതിക്കാരിയുമായി ഒരു തരത്തിലും ബന്ധത്തിന് ശ്രമിക്കരുത് എന്നതുമാണ്. ഇതെല്ലാ കേസുകളിലും ഉള്ളതാണ്. അതറിയാത്തത് കൊണ്ടല്ല ചാനലുകൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കേണ്ടത് കൊണ്ടാണ്. അവർ കഴിഞ്ഞ കുറേ കാലമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ കുഴപ്പക്കാരനാണ്, അയാൾ ജയിലിലടക്കണമെന്ന തീവ്രവാശിയോടെ നടക്കുന്നത്. അതുകൊണ്ട് അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നു ഉപാധികളോടെ ജാമ്യം അനുവദിച്ചെന്ന്. പിന്നെ എന്താണ് ഉപാധി? 50,000 രൂപയ്ക്ക് തത്തുല്യമായ 2 ആൾ ജാമ്യം വേണം. അത് എല്ലായിടത്തും കൊടുക്കുന്നതാണ്. ആകെപ്പാടെയുള്ളത് 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കണം. ഷർഷാദ് എന്ന് പറഞ്ഞ ചെന്നൈയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു പാവ മനുഷ്യനെ രാഷ്ട്രീയ പക വീട്ടാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഒരു കള്ളക്കേസിൽ കുടുക്കിയിരുന്നു. അത് കേസാണെങ്കിൽ പോലും ഒരു സിവിൽ തർക്കമാണ്. ചെന്നൈയിൽ പോയി പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങിട്ട് ലോക്കപ്പിലിട്ട് അയാളെ നാണം കെടുത്തി. അയാൾക്ക് കോടതി കൊടുത്തിരിക്കുന്ന നിബന്ധന ആഴ്ചയിൽ 2 തവണ ഒപ്പുവെക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നും കേരളം വിട്ടു പോകരുതെന്നുമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഉപാധിയേ അല്ല. അപ്പൊ ഇത് വെച്ച് ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കോടതിക്ക് ബോധ്യമായി ഇതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് കോടതി ജാമ്യം അനുവദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തന്റെ 14 ദിവസം നീണ്ട ഒളിവ് ജീവിതം അവസാനിച്ച് മടങ്ങിയെത്തും. രാഹുൽ എപ്പോൾ എത്തുമെന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല. പാലക്കാടുള്ള തന്റെ ബൂത്തിൽ പോയി രാഹുൽ ഒന്ന് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എന്നിട്ട് രാഹുൽ പാലക്കാട് തന്നെ MLA എന്ന നിലയിൽ തുടരാൻ പോവുകയാണ്. MLA പദവിയിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കാൻ ആർക്കും കഴിയില്ല. കോൺഗ്രസ് ഒഴിവാക്കിയാലും രാഹുലിന് പൊതുപ്രവർത്തനം ചെയ്യണം. ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. രാഹുൽ ആ കർമ്മം നിറവേറ്റും. രാഹുൽ മുഖ്യമന്ത്രി ആക്രമിക്കുന്നത് കൊണ്ട് രാഹുലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ യുവ നേതാക്കൾക്ക് കഴിയാത്തതുകൊണ്ട് CPM-ന് കട്ടക്കലിപ്പാണ്. പാലക്കാട് പോലൊരു സ്ഥലത്ത് രാഹുൽ അധിനിവേശം നടത്തി BJPക്ക് ഉറപ്പായിരുന്ന ഒരു സാഹചര്യം നഷ്ടപ്പെട്ടതിനാൽ അവർക്ക് കലിപ്പാണ്.
രാഹുൽ എല്ലാവരെയും കടത്തിവെട്ടി വളർന്നു പന്തലിക്കുന്നതിനാൽ കോൺഗ്രസിന് കലിപ്പാണ്. ഇക്കൂട്ടത്തിൽ രാഹുലിന്റെ കയ്യിലിരിപ്പ് കൂടി കുഴപ്പമായപ്പോൾ രാഹുൽ വിവാദത്തിലായി, കേസിൽ പ്രതിയായി ഒളിവിൽ പോയി. ഇപ്പോഴത്തെ പുറത്തേക്ക് വരുന്നു. ഇനി എങ്ങനെയായിരിക്കും രാഹുൽ തന്റെ ജീവിതത്തെ നേരിടുക എന്നത് കണ്ടറിയണം. രാഹുലിനെ കള്ളക്കേസിൽ കുടുക്കി പൂർണ്ണമായും നിശബ്ദനാക്കി കൈവിലങ്ങ് വെച്ച് നാടുനീളെ കൊണ്ടു നടന്ന് ജയിലിലടയ്ക്കാനുള്ള പിണറായി അടക്കമുള്ളവരുടെ ആഗ്രഹം സാധിക്കാതെ പോയി. രാഹുൽ മടങ്ങി വരികയാണ്. ഏറ്റവും വലിയ തമാശ, രാഹുൽ കൈവീശി നെഞ്ചുവിരിച്ച് പാലക്കാട് കൂടി നടക്കുമ്പോൾ രാഹുലിനെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ ഇപ്പോഴും രാഹുൽ ഈശ്വർ ജയിലിലാണെന്നാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ കേസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ഇന്നെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രാഹുൽ ഈശ്വർ ഒരു ക്രിമിനൽ അല്ല. വിവരക്കേടുകൾക്കും മണ്ടത്തരങ്ങൾക്കും ഇതിലധികം ദിവസം ജയിലിൽ അടയ്ക്കുന്നത് മോശമാണ്, ദുഃഖകരമാണ്. അനാവശ്യമായി പ്രതി ചേർക്കപ്പെട്ട സന്ദീപ് വാര്യരെയും അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞിട്ടുണ്ട്. 15-ാം തീയതി വരെ സന്ദീപ് വാര്യർക്കും 15-ാം തീയതി ജാമ്യം കിട്ടുമെന്നാണ് സൂചന.